ഹലോ, നമ്മൾ കോഷി ക്രൈറ്റീരിയൻ ഫോർ കൺവേറൻസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് വെച്ചിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ആണ് അവിടെ കൺസിഡർ ചെയ്യാം. ദ സീക്വൻസ് 1 + 1/2 + 1/3 + etc. + 1/n. അതായത് ഇന്റിജേഴ്സിന്റെ നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽസിന്റെ സം ആണ് ഇവിടെ കൺസിഡർ ചെയ്യുക. അപ്പൊ സീക്വൻസിന്റെ nth ടേം എന്ന് പറയുന്നത് ആദ്യത്തെ n ഇന്റിജേഴ്സിന്റെ റെസിപ്രോക്കൽസിന്റെ സം ആണ്. അപ്പൊ hn അല്ലെങ്കിൽ hn ഈക്വൽ ടു 1 + 1/2 + 1/3 + etc. + 1/n ആണ്. ഈ സീക്വൻസ് ഡൈവേർജന്റ് ആണെന്ന് പ്രൂവ് ചെയ്യണം. നമ്മളിത് ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. ശരിക്കും ഒരു h2n വെച്ചിട്ട് അതിന്റെ കേസിൽ നമ്മൾ ഈ ഡിസ്കഷൻ ഫോം ചെയ്തിരുന്നു അല്ലെ. അൺബൗണ്ടഡ് ആണെന്ന് കാണിച്ച് ഇത് മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് സീക്വൻസ് ആയിരുന്നു. ആ ഇൻക്രീസിംഗ് സീക്വൻസ് അൺബൗണ്ടഡ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് നമ്മൾ ശരിക്കും ഈ റിസൾട്ട് ഒരിക്കൽ ചെയ്തതാണ്. ഞാൻ ഇവിടെ കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയൻ വെച്ചിട്ട് ഈ പ്രോബ്ലം ഒരിക്കൽ കൂടി ഡിസ്കസ് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾ സീരീസിന്റെ കേസിലും സെയിം റിസൾട്ട് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പലതവണ പരിചിതമായ ഒരു ക്വസ്റ്റ്യൻ ആണിത്. അതുകൊണ്ട് അതിന്റെ മറ്റൊരു സൊല്യൂഷൻ കൂടി നമ്മളിവിടെ ഫോം ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയൻ ആണ്. കോഷി കൺവേർജൻസ് ക്രൈറ്റീരിയൻ പറയുന്നത് എന്താ? എല്ലാ കോഷി സീക്വൻസും കൺവേർജന്റ് ആണെന്ന്. കൺവേർജന്റ് ആണെങ്കിൽ കോഷി ആയിരിക്കും, കോഷി ആണെങ്കിൽ കൺവേർജന്റ് ആയിരിക്കും. അപ്പൊ ഈ സീക്വൻസ് ഒരു കോഷി സീക്വൻസ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ എന്തായി? ഇതൊരു ഡൈവേർജന്റ് സീക്വൻസ് ആയി. നമ്മളിവിടെ ക്ലെയിം ചെയ്യുന്നത് ഈ സീക്വൻസ് ഒരു കോഷി സീക്വൻസ് അല്ലെന്ന്. ഓക്കെ, സൊല്യൂഷൻ ഫോം ചെയ്യാനായിട്ട് ഈ ലെറ്റ് hn ഈക്വൽ ടു 1 + 1/2 + 1/3 + etc. + 1/n for n element of n. hn സീക്വൻസിന്റെ nth ടേം ആയിട്ട് ഡിഫൈൻ ചെയ്യുന്നു. We claim that hn is not a Cauchy sequence and hence divergent. കോഷി സീക്വൻസ് അല്ലാത്തതെല്ലാം എന്തായിരിക്കും? ഡൈവേർജന്റ് ആയിരിക്കും. നമ്മൾ പ്രൂവ് ചെയ്ത തിയറമാണ്. എല്ലാ കൺവേർജന്റ് സീക്വൻസും കോഷിയാണ്, എല്ലാ കോഷി സീക്വൻസും കൺവേർജന്റ് ആണ്. അപ്പൊ കോഷി അല്ലെങ്കിൽ കൺവേർജന്റ് ആയിരിക്കില്ല. ഓക്കെ, അപ്പൊ കോഷി അല്ലെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ആർബിട്രറി എമ്മിനും എന്നിനും കറസ്പോണ്ടിങ് ആയിട്ട് അതിന്റെ ഡിഫറൻസ് ഡിഫറൻസ് 0ലേക്ക് ടെൻഡ് ചെയ്യില്ല എന്ന് പ്രൂവ് ചെയ്താൽ മതി. if m greater than n, മോഡുലസ് ഓഫ് hm - hn ഈക്വൽ ടു, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, hm അല്ല hm - hn. ഞാൻ നേരത്തെ പറഞ്ഞു ഈ സീക്വൻസ് ഒരു മോണോട്ടോണിക്കലി ഇൻക്രീസിംഗ് സീക്വൻസ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കി തന്നെ അറിയാം, ഇവിടുത്തെ ഓരോ ടേംസും വലുതായിക്കൊണ്ടിരിക്കുക അല്ലെ. പോസിറ്റീവ് നമ്പേഴ്സ് ആണ് ആഡ് ചെയ്യുന്നത്. hm എന്ന് പറയുന്നത് എന്താണ്? 1 തൊട്ട് m വരെയുള്ള ഇന്റിജേഴ്സിന്റെ റെസിപ്രോക്കൽസിന്റെ സം ആണ്. hn ആകുമ്പോൾ 1 തൊട്ട് n വരെയുള്ള ഇന്റിജേഴ്സിന്റെ നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽസിന്റെ സം ആണ്. അപ്പൊ വലിയ നമ്പറിന്റെ കറസ്പോണ്ടിങ് ആയ സം വലുതായിരിക്കും. അതുകൊണ്ട് തന്നെ മോഡുലസ് ഓഫ് hm - hn ഈസ് സെയിം ആസ് hm - hn ആണ് അല്ലെ. ഇറ്റ് ഈസ് ഈക്വൽ ടു hm എന്താണ്? 1 + 1/2 + etc. ഇതിനുള്ളിൽ നമ്മൾ കണ്ടു എമ്മിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ n. അപ്പൊ ഇതിനിടയിൽ എവിടെയോ 1/n വരും, +1/n + 1 etc. + 1/m മൈനസ് hn ആകുമ്പോഴോ 1 + 1/2 etc. + 1/n കിട്ടും. അപ്പൊ ആദ്യത്തേത് 1/m വരെയുള്ള ടൈംസിന്റെ സമ്മാണ്, രണ്ടാമത്തെ 1/n വരെയുള്ള ടൈംസിന്റെ സമ്മാണ്. അപ്പൊ സബ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് കിട്ടും? ഇതിനുള്ളിലെ 1/n വരെയുള്ള ടൈംസ് ക്യാൻസൽ ആയി പോകും. പിന്നെ റിമൈൻ ചെയ്യുന്നത് 1/n + 1 etc. + 1/m ആണ് അല്ലേ. അപ്പൊ ഇതിലെ ഏറ്റവും ചെറിയ ടൈം ഏതാ? ഈ റെസിപ്രോക്കൽസിലെ ഏറ്റവും ചെറിയ ടൈം ഏതാ? 1/n + 1 1/n + 2 etc. 1/m ഏറ്റവും ചെറിയ ടൈം ഏതാ? 1/m ആണ്. ഒബ്വിയസ്, കാരണം ഇന്റിജേഴ്സ് വലുതാവും തോറും റെസിപ്രോക്കൽ ചെറുതായിക്കൊണ്ടിരിക്കും.
അപ്പൊ 1/m ആണ് ഏറ്റവും ചെറിയ ടേം. ഞാൻ ആ ഏറ്റവും ചെറിയ ടേമിനെ ഇതിൽ ഓരോ ടേമിന്റെ ഈ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്യും. നമ്പർ ചെറുതാവോ വലുതാവോ? ഈ നമ്പർ വലുതായിരിക്കും, റീപ്ലേസ് ചെയ്ത് കിട്ടുന്ന ടേം ചെറുതാവും. സോ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഓരോ ടേമിലും m സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ 1/m പ്ലസ് 1/m പ്ലസ് എക്സെട്ര പ്ലസ് 1/m. എത്ര ടേം ഉണ്ട്? 1/n പ്ലസ് 1 തൊട്ട് 1/m വരെ m minus n ടേംസ് ഉണ്ട്. That is m minus n divided by m equal to 1 minus n by m. ഓക്കെ, അപ്പൊ മോഡ് xm മൈനസ് xn ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ടു അല്ല ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ദാറ്റ് ഈസ് മോഡ് xm മൈനസ് xn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് n by m എന്ന് കിട്ടി അല്ലേ? ഇനി നിങ്ങൾ എത്ര വലിയ ഇന്റീജർ ഫിക്സ് ചെയ്താലും ആ ഇന്റീജറിന്റെ ഡബിൾ വാല്യൂ ആയിട്ട് m എടുക്കുക. ഈ m ഈക്വൽ ടു 2n, എത്ര വലിയ n ഫിക്സ് ചെയ്തിട്ട് ആ ഇന്റീജറിന്റെ ഡബിൾ വാല്യൂ ആയിട്ട് m എടുക്കുക. അങ്ങനെയാണെങ്കിൽ if m ഈക്വൽ ടു, ഇവിടെ ഈക്വൽ ടു ഇല്ലോട്ടോ, if m ഈക്വൽ ടു 2n then mod xm മൈനസ് xn ഈക്വൽ ടു, സോറി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ത് കിട്ടും? മോഡ് xm മൈനസ് xnന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 മൈനസ് n by m ആണ്. ഇവിടെ m ഈക്വൽ ടു 2n ആണ്. അപ്പൊ 1 മൈനസ് n by 2n കിട്ടും, വിച്ച് ഈസ് 1 മൈനസ് 1 by 2 ആണ്, ഈക്വൽ ടു 1 by 2 ആണ്. അപ്പൊ മോഡ് xm മൈനസ് xnന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 by 2 എന്ന് കിട്ടും എപ്പോഴും m ഈക്വൽ ടു 2n ആണെങ്കിൽ. ഇനി m ഈക്വൽ ടു 3n ആണെങ്കിലോ ഇത് 1 മൈനസ് 1 by 3 ആവും അല്ലേ? 1 മൈനസ് 1 by 3 എത്ര വരും? 2 by 3, ഇതിനേക്കാളും വലുതാ. ഇനി m ഈക്വൽ ടു 4n ആണെങ്കിലോ 1 മൈനസ് 1 by 4 ആവും, 3 by 4 ആവും, വീണ്ടും വലുതാവും അല്ലേ? എന്ന് വെച്ചാല് നിങ്ങൾക്ക് ഈ നമ്പറിനെ എത്ര വേണമെങ്കിലും വലുതാക്കി തീർക്കാം. അപ്പൊ ഈ അബ്സല്യൂട്ട് ഡിഫറൻസ് സീക്വൻസിന്റെ എത്ര ഏത് സ്റ്റേജിന് ശേഷമുള്ള ടേംസ് എടുക്കുമ്പോഴും നിങ്ങൾക്ക് ആ വാല്യൂസിന്റെ ഡിഫറൻസിനെ 0യിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനെ ഒരു ഫൈനൈറ്റ് നമ്പറിനേക്കാളും അല്ലെങ്കിൽ 1/2 വലുതാക്കി, 1/3 വലുതാക്കി, 3/4 വലുതാക്കി കീപ്പ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്ത് കിട്ടും? Therefore, sequence xn is not Cauchy and hence sequence xn is divergent. ഓക്കെ, അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് ആ സീക്വൻസിന്റെ ഡൈവേർജൻസ് കേസ് ഫോം ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ ഇതായിരിക്കും കുറച്ചുകൂടി എളുപ്പമുള്ള മാർഗം. മുമ്പത്തെ കേസിൽ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത റിസൾട്ടിൽ 2n എന്ന കേസൊക്കെയാണ് വെച്ചത്. അതിനേക്കാളും കുറച്ചുകൂടി സിമ്പിൾ ആയിട്ടുള്ളത് ഒരു പക്ഷേ ഇതായിരിക്കും. നിങ്ങൾക്ക് ഏതാണോ ബെറ്റർ ഇത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. പക്ഷെ പരീക്ഷയ്ക്ക് ഈ ഡൈവേർജൻസ് യൂസിങ് കോഷി ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇത് തന്നെ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം കൂടി ഓർക്കുക. നെക്സ്റ്റ് ഡെഫിനേഷൻ ആണ് കോൺട്രാക്റ്റീവ് സീക്വൻസ്. കോൺട്രാക്റ്റീവ് എന്നുള്ള മീനിങ്ങിൽ തന്നെ, അല്ലെങ്കിൽ അത് വേർഡിന്റെ മീനിങ്ങിൽ തന്നെ ഉണ്ട് സീക്വൻസ് എന്താണെന്ന്. സീക്വൻസ് കോൺട്രാക്റ്റീവിന്റെ മീനിങ് എന്താ? ചുരുങ്ങുകയാണ് അല്ലെ? സീക്വൻസിന്റെ ടേംസ് വലുതാവും തോറും അതിന്റെ ആ രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് തൊട്ട് മുമ്പിലത്തെ രണ്ട് ടേംസ്, സോറി തൊട്ട് പിറകിലത്തെ രണ്ട് ടേംസിന്റെ ഡിസ്റ്റൻസിനെക്കാട്ടിലും ചെറുതാവുകയാണ്. രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിസ്റ്റൻസ് അത് തൊട്ട് പിറകിലുള്ള രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസിന്റെ ഡിസ്റ്റൻസിനെക്കാട്ടിലും ചെറുതാവുന്ന രീതിയിലുള്ള സീക്വൻസുകളെയാണ് നമ്മൾ കോൺട്രാക്റ്റീവ് സീക്വൻസ് എന്ന് ഡിഫൈൻ ചെയ്യുക. നമ്മൾ മാത്തമാറ്റിക്കലി ഇങ്ങനെ ഡിഫൈൻ ചെയ്യും. We say that a sequence x equal to sequence xn of real numbers is contractive if there exists a constant c 0 less than c less than 1. അപ്പൊ c ന്റെ വാല്യൂ 0ക്കും 1നും ഇടയിലായിരിക്കണം. such that modulus of xn plus 2 minus xn plus 1 less than or equal to c into modulus of xn plus 1 minus xn for all n element of n. Modulus of xn plus 2 minus xn plus 1. അപ്പൊ സീക്വൻസിന്റെ രണ്ട് കോൺസിക്യൂട്ടീവ് ടേംസിന്റെ അബ്സല്യൂട്ട് ഡിഫറൻസ് ആണ്. അത്
അതിന്റെ തൊട്ട് പിറകിലുള്ള രണ്ട് ടേംസ്. തൊട്ട് പിറകിലുള്ള എന്ന് പറയുമ്പോൾ ഇൻക്ലൂഡിങ് ദ വൺ ടേം ഇൻ ദി സീക്വൻസ് ആണ്, ദീസ് ടു ടേംസ് ആണ്. ഇവിടെ ശരിക്കും hn+2ന്റെയും hn+1ന്റെയും ഡിഫറൻസ് ആണ്. ആ ഡിഫറൻസ് hn+1ന്റെയും hn-ന്റെയും ഡിഫറൻസിനെക്കാട്ടിലും ചെറുതാവണം. ചെറുതാവുക ശരിക്കും കോൺട്രാക്റ്റീവ് ആണ്. ചെറുതാവുന്ന വെച്ചാൽ നമ്മൾ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂവിനേക്കാളും ചെറുതാവുന്ന. ശരിക്കും ഈ ഡിസ്റ്റൻസിനെ സി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇത് വീണ്ടും ചെറുതാവും അല്ലേ? ഈ ഡിസ്റ്റൻസിനേക്കാളും മാത്രമല്ല ചെറുതാവുന്നത്, അതിനെ ഒരു സ്കെയിലാർ കൊണ്ട്, സ്കെയിലാറിന്റെ വാല്യൂ ഇൻ ബിറ്റ്വീൻ 0 and 1 ആണ് അല്ലേ? ശരിക്കും ഈ ഡിസ്റ്റൻസ് ഈ മോഡുലസിനേക്കാളും ചെറുതാണ് ഇത് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ കിട്ടുക. അപ്പൊ ആ വാല്യൂവിനേക്കാളും ചെറുതായിരിക്കണം ഈ hn+2ന്റെയും hn+1ന്റെയും ഡിഫറൻസ്. അപ്പൊ അങ്ങനെയുള്ള സീക്വൻസുകളെയാണ് നമ്മൾ കോൺട്രാക്റ്റീവ് സീക്വൻസസ് എന്ന് വിളിക്കുക. ഈ സീക്വൻസിന്റെ ഡെഫിനേഷനിൽ പറയുന്ന CA നമ്മൾ കോൺസ്റ്റന്റ് ഓഫ് ദ കോൺട്രാക്റ്റീവ് സീക്വൻസ് എന്ന് ഡിഫൈൻ ചെയ്യും. ദ നമ്പർ C ഈസ് കോൾഡ് ദ കോൺസ്റ്റന്റ് ഓഫ് ദ കോൺട്രാക്റ്റീവ് സീക്വൻസ്. ഓക്കെ, അപ്പൊ കോൺട്രാക്റ്റീവ് സീക്വൻസ് എന്താണെന്നുള്ള ഈ കണ്ടീഷൻ ഓർത്തിരിക്കണം. ഒരു കോൺസ്റ്റന്റ് C ഉണ്ടാവണം. സിന്റെ വാല്യൂ 0ക്കും 1നും ഇടയിലായിരിക്കണം. ഈ കണ്ടീഷൻ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് one more condition, modulus of hn+2 minus hn+1 less than or equal to C into mod hn+1 minus hn for all n. ഇത് ശരിക്കും ഈ സ്റ്റേറ്റ്മെന്റില് നിങ്ങൾക്ക് n+2ന് പകരം ഇവിടെ n+1ന്റെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ കറസ്പോണ്ടിങ് ചേഞ്ച് ബാക്കി എല്ലായിടത്തും കൊടുക്കണം. hn+1 minus hn less than or equal to C into modulus of hn minus hn-1 എന്ന് എഴുതിയാലും ശരിയാ. ഇനി ഇത് n+2 മാറ്റി n ആക്കിയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ കറസ്പോണ്ടിങ് ചേഞ്ച് ബാക്കി ടൈമിലും കൊടുക്കണം. മോഡുലസ് ഓഫ് hn minus hn-1 less than or equal to C into mod hn-1 minus hn-2 for all n element of n. ഈ കോൺട്രാക്റ്റീവ് സീക്വൻസ് ഡെഫിനേഷൻ ഓർത്തിരിക്കുക. നമ്മൾ ഇത് വെച്ചിട്ട് അടുത്ത തിയറം പ്രൂവ് ചെയ്യുന്നു. തിയറം ഇതാണ്: every contractive sequence is a Cauchy sequence and therefore is convergent. എല്ലാ കോൺട്രാക്റ്റീവ് സീക്വൻസും Cauchy സീക്വൻസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. Cauchy സീക്വൻസ് ആണെങ്കിൽ എന്തറിയാം? obviously it is convergent. എല്ലാ കോൺട്രാക്റ്റീവ് സീക്വൻസും കൺവേർജന്റ് ആണ്, അതുകൊണ്ട് തന്നെ കോഷിയുമാണ്. ഓക്കെ, അപ്പൊ രണ്ട് കേസും ഹോൾഡ് ചെയ്യും. എല്ലാ കോൺട്രാക്റ്റീവ് സീക്വൻസും കോഷി ആയിരിക്കും, എല്ലാ കോൺട്രാക്റ്റീവ് സീക്വൻസും കൺവേർജന്റ് ആയിരിക്കും. നിങ്ങൾക്ക് അതുകൊണ്ട് ഈ റിസൾട്ട് തന്നെ നേരെ അപ്ലൈ ചെയ്ത് കോൺട്രാക്റ്റീവ് സീക്വൻസസ് കൺവേർജന്റ് ആണെന്ന് പറയാൻ പറ്റും. അത് അത്തരം സീക്വൻസുകൾക്ക് നിങ്ങൾ പ്രൂഫിന് പോവേണ്ടതില്ല. ഇഫ് യു ക്യാൻ പ്രൂവ് ദ തിയറം ദാറ്റ് ഫോർ എ കോൺട്രാക്റ്റീവ് സീക്വൻസ് ഈസ് കൺവേർജന്റ്. ഓക്കെ, അപ്പൊ പ്രൂഫ് ഫോം ചെയ്യാനായിട്ട് ഞാൻ ഒരു ആർബിട്രറി കോൺട്രാക്റ്റീവ് സീക്വൻസ് ചൂസ് ചെയ്യുന്നു. ലെറ്റ് h ഈക്വൽ ടു sequence hn be a contractive sequence with constant capital C. എന്നുവെച്ചാല് കോൺട്രാക്റ്റീവ് സീക്വൻസിന്റെ ഡെഫിനേഷനിൽ ഒരു കോൺസ്റ്റന്റിനെ കുറിച്ച് പറയുന്നുണ്ട്. കോൺസ്റ്റന്റ് ഓഫ് ദ കോൺട്രാക്റ്റീവ് സീക്വൻസ് അത് C ആണെന്ന് അസ്യൂം ചെയ്യാം. ഇനി നമ്മുടെ ഡെഫിനേഷനിൽ പറയുന്ന കണ്ടീഷൻ, ആ കണ്ടീഷൻ സക്സസീവ് ആയിട്ട് അപ്ലൈ ചെയ്യാം. ഇഫ് വി അപ്ലൈ ദ ഡിഫൈനിങ് കണ്ടീഷൻ, അതായത് കോൺട്രാക്റ്റീവ് സീക്വൻസിന്റെ ഡെഫിനേഷനിൽ പറയുന്ന കണ്ടീഷൻ, ഇഫ് വി അപ്ലൈ ദ ഡിഫൈനിങ് കണ്ടീഷൻ ഫോർ എ കോൺട്രാക്റ്റീവ് സീക്വൻസ്, successively get ഇത് കിട്ടും. കണ്ടീഷൻ ഇതാണ്: മോഡുലസ് ഓഫ് hn+2 minus hn+1 less than or equal to C into mod hn+1 minus hn. ഇല്ലേ, ഞാൻ ഇവിടെ ഇതിന് സക്സസീവ് ഡെഫിനേഷൻ അപ്ലൈ ചെയ്യാം. സോ ഇത് ശരിക്കും ഇവിടെ നിങ്ങൾ ഈ n+2ന്റെ സ്ഥാനത്ത് n+1 ഇട്ട്
വീണ്ടും കോൺട്രാക്റ്റീവ് സീക്വൻസ് ഡെഫിനിഷൻ തന്നെ അപ്ലൈ ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? ഈ